ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് നമ്മളിന്ന് ബഗ്റോക്കിൻ്റെ സെർവറിലാണ് കളിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട. ബഗ്റോക്ക് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടർ പൈസ കിട്ടാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തണം, നല്ലൊരു സ്ഥലം കണ്ടെത്തണം. കാരണം നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ തന്നെ പ്ലേയേഴ്സൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പറ്റിയ സ്ഥലം, നല്ലൊരു സ്ഥലം ആദ്യം കണ്ടെത്തണം. അതിന് നമുക്ക് ഡയറക്ഷനിലേക്ക് പോവാം. പിന്നെ അതിന് മുമ്പ് നമുക്ക് ആദ്യം കണ്ട് എന്തൊക്കെ കിട്ടി നോക്കാം. ആദ്യം സ്റ്റോൺ കിട്ടി, പിന്നെ സ്റ്റോൺ ഷവലും, അതുപോലെ സ്റ്റോൺ പിക്കാക്സും, ഒരു സ്റ്റോൺ ആക്സും കിട്ടി. പിന്നെ നമ്മൾ ഗോൾഡൻ ഷവല്, ഇതുകൊണ്ടാണ് പ്രൈസ് ക്ലെയിം ചെയ്യേണ്ടത്. അതിനുള്ള ഡീറ്റെയിൽസും അതേപോലെ ഈ സെർവറിൽ വർക്കാവുന്ന കമൻ്റൊക്കെ ഒരു ബുക്കിൽ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ച് നമുക്ക് നല്ല പ്രൈസൊക്കെ അതിൻ്റെ ക്ലെയിം ചെയ്യണം. നമ്മുടെ ഫോണിൻ്റെ അടുത്ത് തന്നെ ആരോ ഒരു അണ്ടർഗ്രൗണ്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ 2 വില്ലേജറൊക്കെ ഉണ്ട്. ഇത് വില്ലേജറൊക്കെ എല്ലാ പ്ലേസും എടുത്തിട്ടുണ്ടാവും. നമുക്ക് പറ്റിയൊരു സ്റ്റാർട്ടർ പൈസ കെട്ടാൻ പറ്റിയൊരു സ്ഥലം കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഗായ്സ്, അങ്ങനെ നടന്ന് ഒരു പ്ലെയറിൻ്റെ ഒരു ബേസിലെത്തി. ഇവിടെ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹങ്കർ ബാർ കണ്ടാൽ അറിയാം, നല്ല വിശക്കുണ്ട്. അപ്പോൾ ഈ ഫീൽഡ് ഓന് ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫീൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നട്ടുകൊണ്ട് ഇത് വീറ്റാൻ വേണ്ടി കാത്തതാണ്. ഇത് വീറ്റായിട്ട് വേണം ബ്രെഡ് ഉണ്ടാക്കി കഴിച്ച് കൊണ്ട് നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ വീറ്റായി ബ്രെഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നല്ല പ്ലേസ് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ഒരുപാട് നടന്ന ശേഷം നമ്മളൊരു ടെറാക്കോട്ടൊക്കെ ഉള്ളൊരു ബൈക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. കാരണം ഭാവിയിൽ ബിൽഡൊക്കെ ചെയ്യുമ്പോൾ ടെറാക്കോട്ടൊക്കെ നല്ല ആവശ്യം വരും. അതേപോലെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു വില്ലേജുണ്ട്. ഞാൻ വിചാരിച്ച് ഇവിടുത്തെ വില്ലേജിലുണ്ടാവുന്ന കാരണം ബിൽഡിങ്ങിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ ഉണ്ട് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പൈസ അടിച്ചു വയ്ക്കണം. ഇതിന് മുമ്പ് ഒരു 2-3 വില്ലേജ് കണ്ടിരുന്നു. പക്ഷേ അവിടുത്തെ ബിൽഡിങ്ങും അവിടുത്തെ സാധനങ്ങളെല്ലാം ഒട്ടിച്ച് പൈസ കൊണ്ടുപോയിട്ടുണ്ട്. വിചാരിച്ചു ഇവിടുത്തെ ബിൽഡിങ്ങൊന്നും പറ്റിയിട്ടുണ്ട്, ഇവിടെ വില്ലേജറുണ്ടോ വിചാരിച്ചു. പക്ഷേ ഇവിടെ വില്ലേജറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ വില്ലേജർ ബ്രീഡിങ് സെറ്റപ്പിൽ ഒരു പ്ലെയർ അവിടെ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഭാവിയിൽ വില്ലേജറിനൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വരാം. അങ്ങോട്ട് കണ്ട് ഇവിടുത്തെ പ്ലെയറോട് പോയി ചോദിച്ചു വെക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ടർ പൈസ കിട്ടാൻ പറ്റിയൊരു പ്ലേസ് കണ്ടെത്തിയാൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്തൊരു സ്ട്രക്ചർ ഡെസേർട്ട് ടെമ്പിൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ഒന്നും ഉണ്ടാവില്ല, വെറുതെ കണ്ടപ്പോൾ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനുള്ളത് ഏരിയ കണ്ടോ, ഒന്നും ഉണ്ടാവില്ല. ഇവിടെയൊക്കെ കുഴിച്ച് കണ്ടതൊക്കെ ഒക്കെ അതിനുള്ളതൊക്കെ പ്ലേസ് എടുത്തിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അത് കണ്ടപ്പോൾ നിർത്തിയെന്നുള്ളൂ. എൻ്റെ ഇൻവെൻറ്ററി കണ്ടാൽ നിങ്ങൾക്കറിയാം നമ്മൾ ചത്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ കണ്ട ഡെസേർട്ട് ടെമ്പിളിൽ ഒരു സ്കെലറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കഴപ്പുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കിയതാണ്. പക്ഷേ സ്കെലറ്റിൻ്റെ ഒറ്റ അമ്പിൽ നമ്മൾ നല്ലൊരു പ്ലേസ് കണ്ടെത്തിക്കൊണ്ട് ഞാൻ എനിക്ക് എന്തായാലും അപ്ഡേറ്റ് തരാം. അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ നിർത്തിച്ചാൽ അവിടുത്തെ ചെറിയ വളസം കാണിക്കാനല്ല, കാണാണ്ട ഒരു ബിൽഡിങ്. ആ ബേസ് ആയിരുതാ, അതെ നമ്മുടെ ATGയുടെ ബേസ്, സെർവർ മുതലാളിയുടെ ബേസ്. കുറച്ച് എത്തിക്കാണ്ട് എന്നത് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ബേസ് കെട്ടാൻ പറ്റുമെന്നാണ് നോക്കാം. പക്ഷേ ചുറ്റും എല്ലാ പ്ലേസും കെട്ടിയിട്ടുണ്ട്, ബേസൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പറ്റുമോ ഈ മലയിലോ
ഈ ഇല്ല മലയിൽ ഫുള്ളും പേസാണ്. നമുക്ക് പറ്റിയ സ്ഥലം ഇവിടെ ഉണ്ടോ നോക്കാം. ഞാൻ നോക്കുന്ന വെച്ചാൽ ഈ ഭാഗത്താണ്. ഈ ഭാഗത്തൊരു ഒഴിവ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കെട്ടാൻ പറ്റുമോ നോക്കാം. പക്ഷേ സീൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ കണ്ട ഒരു സ്പ്രൂസിൻ്റെ ട്രീ ഉണ്ട്. അപ്പോൾ അവിടെ പ്ലെയർ എത്തിയിട്ടുണ്ടാവും. എന്തായാലും ഞാൻ അവിടെ എത്തിക്കാണ്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവിടെ ഏതൊരു പ്ലെയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇതാ സെറ്റപ്പ് ആക്കിയിട്ട് സ്ഥലമൊക്കെ നിരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയും ബിൽഡ് കെട്ടാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് പറ്റില്ലാണ്ട് സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഫൈനലി അങ്ങനെ നമ്മളിതാ കാണുന്ന മലയിൽ പൈസ കിട്ടാൻ തീരുമാനിച്ചു. ഇതിന് മുമ്പ് ഇതേപോലെ രണ്ട് സ്ഥലം കിട്ടിയിരുന്നു. പക്ഷെ അവിടെയൊക്കെ പ്ലെയർ ഇതേമാതിരി ബെഡോ ചെസ്റ്റ് വെച്ച് പോയിട്ടുണ്ട്. ഈ ഇല്ലെങ്കിലും ആരൊന്നും വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും അവിടെ എത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. അവിടെ ആരെങ്കിലും പൈസ കിട്ടാൻ എന്നൊക്കെ നമ്മളിതാ ഈ ഹില്ലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ നോക്കി, ഇവിടെ ആരോ ചെസ്റ്റും ബെട്ടൊന്നും വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു വലിയൊരു കുളമുണ്ട്. ഭാവിയിൽ എന്താക്കാം, ഇവിടെയൊക്കെ നല്ല ബിൽഡൊക്കെ നമുക്ക് വെക്കാം. ഇവിടെ ഈ കുളമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയാണ്ട് മീനിനൊക്കെ ഇട്ട് നല്ലൊരു ബിൽഡ് വെക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാലും ഇവിടെ ഒന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ പ്ലെയർ എത്തിയിട്ടില്ല എന്നർത്ഥം. നമുക്കിതിൻ്റെ പൈസ വെക്കാം. അതുപോലെ തന്നെ ഈ വന്നിട്ട് നേരെ അപ്പുറത്തൊരു സ്റ്റോണിൻ്റെ ഇല്ലും ഉണ്ട്. അപ്പം നമുക്ക് മൈനിങ് ഏരിയ ഒക്കെ ഏതെങ്കിലും ഒരു ഹില്ലിൽ സെറ്റാക്കാം. അപ്പം എന്തായാലും ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് അടിച്ച് നിരപ്പാക്കി നമുക്ക് പൈസ കിട്ടാൻ പറ്റുന്ന രീതിയിലാക്കിക്കൊണ്ട് നമുക്ക് അപ്ഡേറ്റ് തരാം. സോ അങ്ങനെ ഒരുപാട് നേരത്തെ ഗ്രൈൻഡിന് ശേഷം നമ്മൾ ഈ സ്ഥലം ഒന്ന് നിരപ്പാക്കിയിട്ടുണ്ട്. ഇനി നിരപ്പാക്കാനുണ്ട്. എന്നാലും അത് നിരപ്പാക്കിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ടർ പൈസ കിട്ടാനാണ് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടർ പൈസ കിട്ടുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് ചെറിയൊരു ഡോക്ക് സെറ്റപ്പ് കിട്ടണം. ഈ ഭാഗത്ത് ചെറിയൊരു ഡോക്ക് ആദ്യം കിട്ടണം. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഡോക്ക് കിട്ടിയ ശേഷം ഇതിലൂടെ നമുക്ക് നടന്നൊരു വഴി ഉണ്ടാക്കിയിട്ട് വേണം ഇതൊരു സ്റ്റാർട്ടർ പൈസ കിട്ടാൻ. അല്ലാതെ അവിടെ കിട്ടുമ്പോൾ വഴി കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആദ്യം ഡോക്ക് കെട്ടി വഴി ഒന്ന് റെഡിയാക്കിയ ശേഷം നമുക്കിവിടെ സ്റ്റാർട്ടർ പൈസ കിട്ടാം. അപ്പോൾ കുറച്ച് റിസോഴ്സ് നമ്മുടെ ഗാദർ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ സ്പ്രൂസിൻ്റെ ലോഗും അതേപോലെ നമ്മൾ ഈ ഓക്കിൻ്റെ പ്ലാങ്ക് വെച്ചുകൊണ്ടാണ് ഓക്കിൻ്റെ സ്ലാബ് ഉണ്ടല്ലോ, പ്ലാങ്ക് സ്ലാബ്, അത് വെച്ചുകൊണ്ട് ഡോക്ക് കെട്ടാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും വെച്ച് ഡോക്ക് കിട്ടിയ ശേഷം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. ബൈ നമ്മുടെ ഈ ബേസ് കണ്ടാൽ കുറേ മാറ്റമുണ്ട്. കുറേ റനാമിലെ കുറേ ഗ്രേഡ് വേൾഡ് എക്സ്പ്ലോർ ചെയ്ത് കണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ചെറിയ വീറ്റ് ഫാം സെറ്റാക്കിയിരുന്നു. അതേമാതിരി ഇവിടെ ഒരു പംകിൻ ഫാം ഉണ്ട്. അതേമാതിരി ഇവിടെ മെലൻ കിട്ടിയിട്ടില്ല. മെലൻ കിട്ടിയിട്ടാണ് നമ്മുടെ മെലൻ്റെ ഫാം സെറ്റാക്കാൻ. അതേമാതിരി നമ്മൾ കുറച്ച് മൈൻ ചെയ്തൊരു ഗോൾഡൻ ഷോർ ഒപ്പിച്ചിട്ടുണ്ട്. ഈ സർവറിൽ നിന്ന് കിട്ടിയ ഗോൾഡൻ ഷോർ ചത്തപ്പോൾ പോയി. ഇത് പിന്നെ കിട്ടിയില്ല. ഞാൻ വെച്ചുകൊണ്ട് ഇത്രയും ഭാഗം നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ആ കാണുന്ന അവിടെ വരെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഭാഗമൊക്കെ നമുക്ക് ക്ലെയിം ചെയ്ത് നല്ല ബിൽഡൊക്കെ അവിടെ വരുത്തണം. ഇതിൽ ഞാൻ നമ്മുടെ ടോക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തേക്കൊണ്ട് അത് തീർത്തിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. സോ ഫൈനലി നോക്കൂ, ഇതാണ് നമ്മുടെ ഡോക്ക്. ആ ഡോക്ക് കെട്ടാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടുന്ന് ചെറിയ ബ്രിഡ്ജ് കെട്ടിക്കൊണ്ട് ഡോക്ക് കെട്ടാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് സെറ്റപ്പിൽ ചെറിയൊരു ബ്രിഡ്ജ് പ്ലസ് ഡോക്ക്. ഇതിൽ ഒരു ബോട്ടിൽ കയറാൻ നേരെ പോവാം. നേരെ പോയ ശേഷം ഇത് തിരിച്ച് പോയി വെക്കാം. നേരെ നമ്മുടെ ഡോക്കിൽ നോക്കിക്കൊണ്ട് ബോട്ട് എടുത്തതാണ്. നേരെ വരാം, നേരെ കൊണ്ട് കയറ്റി സ്റ്റോപ്പ് ചെയ്യാം, കൊണ്ട് ഇറങ്ങാം. ഇവിടെ ചെയ്തിട്ട് കുറച്ച് വരാം. ഇവിടെ ബ്രിഡ്ജിൻ്റെ ഇടയിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ട് വെള്ളത്തൊക്കെ മുങ്ങിട്ട് വരാം. എങ്ങനെയുണ്ടെന്ന് പറയണ്ടേ ബ്രിഡ്ജ് പ്ലസ് ഡോക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് പറയുക.
പിന്നെ നമ്മൾ ലാൻഡാണൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഡോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെയാണ്. അടിയിൽ കൂടെ ചെറിയൊരു ഫില്ലർ പോലെ, ഫുള്ളില്ല, കുറച്ച് പകുതി പോലെ എത്തിയിട്ടുണ്ട്. പിന്നെ ലാൻഡാണ് വെച്ചിട്ടുണ്ട്. ലാൻഡാണ് അങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ വിധവൊക്കെ അയൺ ഉപയോഗിച്ച് ഒരു 3-4 അയൺ ഉണ്ടായി, അതുകൊണ്ട് കുറച്ച് ഒപ്പിച്ച് വെച്ച്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലൊരു ബട്ടൺ വെക്കണം. അതിന് സ്റ്റോണെടുത്ത് മെൽട്ടാക്കണം. നമ്മുടെ ഫ്യൂൽ ഇവിടുത്തെ ഡട്ട് ലീഫാണ്. ഇവിടെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്യൂൽ ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ ഈ സ്റ്റോണൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ബാക്കി അപ്ഡേറ്റ് എനിക്ക് തരാം. നമുക്ക് വെൽഡ് ചെയ്യുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഡട്ട് ലീഫ് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം 4 സ്റ്റാക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ട്. അതിലുള്ളതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്ലവറിങ്ങിൻ്റെ ലീഫും സേലിയത്തിൻ്റെ ലീഫും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡെക്കറേറ്റിൻ്റെ ലീഫൊന്ന് മാറ്റി വെക്കാം. ഈ പെട്ടിയിൽ കാണുന്നതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. 2 ഹൈറ്റിൻ്റെ 4 ഫ്ലവറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റോണൊക്കെ സ്മെൽട്ടായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്താം. അങ്ങനെ നമ്മുടെ സ്റ്റോണുകളൊക്കെ സ്മെൽട്ടായിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് നമുക്ക് എന്താക്കാം, ബട്ടൺ ഉണ്ടാക്കാം. ആവശ്യമായ ഒരു 6 ബട്ടണാണ്. നമുക്ക് 6 ബട്ടൺ ഉണ്ടാക്കി ഇത് അവിടെ പോയി ബ്രിഡ്ജിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. 1, 2, അതേപോലെ 3 ഇവിടെ. പിന്നെ അവിടെ 4ാമത്തെ ബട്ടൺ ഇവിടെ വെക്കാം. 4, 5, അതുപോലെ ലാസ്റ്റ് ബട്ടൺ 6. അങ്ങനെ ഫൈനലി നമ്മുടെ ടോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലുള്ള മരം കൂടി വെട്ടി നമുക്ക് വ്യൂ വെക്കാം. മരം വെട്ടി മാറ്റിട്ട് ഫൈനലി ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് പ്ലസ് ഡോക്ക്. എങ്ങനെയുണ്ടെന്ന് താഴെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് ചെയ്തുകൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ഫീൽഡ് ബീറ്റ് വളർന്നിട്ടുണ്ട്. ഈ ബീറ്റ് നമുക്കൊന്ന് അത് ഹാർവെസ്റ്റ് ചെയ്യാം. ഒരു പേടിക്കേണ്ട, നെറ്റിൻ്റെ പ്രോബ്ലമാണ്. ഇപ്പോൾ റെഡിയാകും. അതുണ്ടോ, നമുക്ക് ഇതൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇതും കൂടി നട്ടു സീയുടെ കയ്യിലെടുത്ത് ഓരോന്നിങ്ങനെ പെട്ടെന്ന് പ്ലേസ് ചെയ്ത് ഫില്ലാവാൻ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ള സീഡൊക്കെ മാറ്റുന്നുണ്ട്. കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ഫില്ലായിരുന്നു. സോ ഇനി നമുക്ക് എന്താ ഭാവിയിൽ ഇതുവരെ വരുന്നവർക്കൊക്കെ എന്തൊക്കെ ഈ ബ്രിഡ്ജ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ പാത്ത് സെറ്റ് ചെയ്ത് ഒരു ചെറിയ ക്യാമ്പ് ഫയർ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പണികളൊക്കെ നോക്കണം. അപ്പോൾ അതിനാദ്യം ഇവിടെ കുറച്ച് പ്ലേസൊക്കെ ആദ്യം ഇവിടുന്ന് മാറ്റണം. ഇവിടെ നല്ല അടിപൊളി ക്യാമ്പ് ഫയറൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണം. അതിനുള്ള സജഷനൊക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ മുമ്പിൽ നല്ലൊരു അടിപൊളി ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ബേസും സെറ്റ് ചെയ്യാം. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗായ്സ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ വരാം. ഓക്കെ, ബൈ.